ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് അനിമേറ്റഡ് സീരീസ് ആയ സീസർ 7ന്റെ എപ്പിസോഡ് 9 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീസർ 7 സീസൺ 1 എപ്പിസോഡ് 9. ഷാംഫെ ബോഡി ഗാർഡിനെ രക്ഷിച്ച് ഡൈബോന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിന്നോട് 7 രക്ഷിക്കാൻ പറഞ്ഞ നീ എന്തിനാ നിന്റെ എനർജി ഒക്കെ വേസ്റ്റ് ചെയ്ത് ഈ ബോഡി ഗാർഡിനെ രക്ഷിച്ച് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് 7 ഒരിക്കലും സ്റ്റാനിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ടാവും. കാണാൻ റോബോട്ട് പോലുള്ള സ്റ്റാനിന്റെ പ്രിൻസ് ഹീറോന്റെ അടുത്തേക്ക് വന്നിട്ട് നീയാണോ ആ മിസൈൽ ബ്ലോക്ക് ചെയ്തേ എന്ന് ചോദിക്കുമ്പോ ഹീറോ നീ എന്തിനാ ഞങ്ങളെ അറ്റാക്ക് ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ടാവും. ആ സമയത്ത് അവരെ ഡാറ്റാബേസിൽ ഹീറോന്റെ ഫേസ് സ്കാൻ ചെയ്യുമ്പോൾ അവനൊരു അസാസിനാണെന്ന് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. ഹീറോയും അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് അവന്റെ സിസർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് പീസ് ആക്കുന്നുണ്ടാവും. എന്നിട്ട് ഹീറോന്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവനാണെങ്കിൽ അതിൽ നിന്ന് ഡാജ് ചെയ്യാൻ കഴിയാതെ സ്റ്റണ്ണായി നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് അവന്റെ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ കടന്നു വരുമ്പോ ഷാംഫെ ആയിരിക്കും അവനെ രക്ഷിക്കുന്നുണ്ടാവുക. ആ പ്രിൻസും ബിസിനസ്സാണ് മുഖ്യമെന്ന് പറഞ്ഞിട്ട് ഐലൻഡിന്റെ സെൻട്രലിലുള്ള ഒരു റോക്കിന്റെ അടുത്തോട്ട് പോകുമ്പോ സിസ്റ്റം ഇവിടെയാണ് ആ ഓറുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് അവിടെ ഒരു ലേസർ ബീം ഉപയോഗിച്ച് ഖനനം ചെയ്യുമ്പോ ആ ഐലൻഡ് ഡിസ്ട്രോയ് ആവാൻ തുടങ്ങുന്നുണ്ടാവും. അത് കണ്ടിട്ട് കോസ്റ്റ് ഗാർഡ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് തടയാൻ പുറപ്പെടുന്നുണ്ടാവും. ഐലൻഡേഴ്സിന്റെ അടുത്ത് അറ്റൻഷൻ പ്ലീസ്, ഞാൻ സ്റ്റാനിന്റെ പ്രിൻസാണ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ സയന്റിഫിക് ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങളുടെ ഐലൻഡിലെ എനർജി സ്റ്റോൺ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐലൻഡ് പൂർണ്ണമായിട്ടും കടലിൽ മുങ്ങിപ്പോവും. ആക്ച്വലി ഈ ഐലൻഡ് നാച്ചുറൽ ആയിട്ട് ഉണ്ടായതല്ല. ഈ ഓറ് മറ്റു വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്താണ് ഈ ഐലൻഡ് രൂപപ്പെട്ടത്. അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ടാവും. ഡൈബോ ഹീറോന്റെ അടുത്ത് ഈ ലോകം 3 വിഭാഗം ചേർന്നതാണ്. ഷാൻവും അവരുടെ കുൻഫും, സ്റ്റാനും അവരുടെ ടെക്നോളജിയും, പിന്നെ സാധാരണക്കാരായ നമ്മളും. സ്റ്റാനിയൻസിനെ കാണാൻ വീക്കാണെങ്കിലും അവർ വളരെ ജീനിയസ് ആണ്. ടെക്നോളജിയാണ് ഏറ്റവും പവർഫുൾ വെപ്പൺ എന്ന് അവർ വിശ്വസിക്കുന്നു. മാർഷൽ ആർട്സിൽ വിശ്വസിക്കുന്ന ഷാൻവുവിന്റെ മുഖ്യ ശത്രുക്കളാണ് ഇവർ. ടെക്നോളജിയാണോ മാർഷൽ ആർട്സ് ആണോ ഏറ്റവും പവർഫുൾ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളായിട്ട് ഇവർ തമ്മിൽ യുദ്ധത്തിലാണ്. നമ്മൾ സാധാരണക്കാർക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റൂ. ഒരു ഗ്രാനിയെ പോലും കൊല്ലാൻ പറ്റാത്ത നീ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരിക്കും എന്ന് പറയുമ്പോൾ ബോഡി ഗാർഡ് ഹീറോന്റെ നേരെ ഒരു ATM കാർഡ് നീട്ടിയിട്ട് ഇതിൽ കുറച്ച് പൈസ ഉണ്ട്, ഇതുപയോഗിച്ച് പ്രിൻസ് ഓഫ് സ്റ്റാനിനെ കൊല്ലാൻ ഞാൻ നിന്നെ ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ടാവും. ഈ ഐലൻഡിലെ പകുതിയോളം ഭാഗത്തിന്റെ ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ നിന്നോട് ഇവിടം വിട്ട് പോകാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് മ്യാവ് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോ അവളെ നഖം കട്ട് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് മാഡ്ബാർക്ക് അങ്ങോട്ട് വന്നിട്ട് എന്റെ മ്യാവുവിനെ വേദനിപ്പിക്കാൻ നീ ആരടാ എന്ന് പറഞ്ഞ് അവന്റെ റോക്ക് ആൻഡ് റോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ മ്യൂസിക് വേവ്സ് ആ കവചം കടന്ന് പ്രിൻസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത് വെറും നോയ്സ് ആണ് എന്ന് പറഞ്ഞ് അതിലും വലിയ നോയ്സ് വെച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. പെറ്റ്സ് ആണെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കോസ്റ്റ് ഗാർഡ് ഞങ്ങളെ ഐലൻഡ് വിട്ട് പോടാന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഷീൽഡ് ഉപയോഗിച്ച് തടുത്തിട്ട് തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് മ്യാവുവിനെയും മാഡ്ബാർക്കിനെയും അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ കോള എന്ന് പറഞ്ഞ പെണ്ണങ്ങോട്ട് വന്നിട്ട് നീ ആ വൈക്കോല് ചപ്പിയ മുടിയുള്ള 7 എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവനും അവന്റെ ഡാറ്റാബേസിൽ അവളെ ഫേസ് സ്കാൻ ചെയ്യുന്ന സമയത്ത് സേഫ് ആണ് എന്ന് കാണിക്കുന്നുണ്ടാവും. അത് കാരണം അടുത്തേക്ക് പോകുമ്പോൾ അവളും നിനക്കൊരു കാര്യം അറിയോ എന്ന് പറഞ്ഞ് കിസ് ചെയ്യുമ്പോൾ പ്രിൻസും പാരലൈസ് ആവുന്നുണ്ടാവും. കണ്ടോ, ഞാൻ കിസ് ചെയ്ത ആള് എനിക്കാണ് സ്വന്തം, അതുകൊണ്ട് ഈ ഐലൻഡിനെ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് മറന്നേക്ക് എന്ന് പറയുമ്പോ അവളൊരു ബബിള് പോലത്തെ ക്യാപ്സൂളിലാക്കി സേഫായിട്ട് മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും.
ഈ ഗേൾസ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രബിളാണ് എന്ന് പറയുമ്പോൾ നീ ഇപ്പൊ പറഞ്ഞത് സ്ത്രീവിരുദ്ധാണ്. അതുകൊണ്ട് പ്യൂരിറ്റി അസോസിയേഷന്റെ പേരിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കാൻ പോവാ എന്ന് പറഞ്ഞ് ചെയർമാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അവനും ഒരു ഹ്യൂമൻ എങ്ങനെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ചീ എനർജി ഉണ്ടാവുക എന്ന് ചിന്തിച്ചിട്ട് ഒരു ബ്ലാസ്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് വെറും കൈകൊണ്ട് തടുത്ത് ആ ഐലൻഡ് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. നീ എന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചെയർമാനും ഞാനും ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു ക്യാനൻ ബ്ലാസ്റ്റ് അറ്റാക്കും കൂടി ചെയ്താൽ അതെനിക്ക് തടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആ പ്രിൻസ് ചെയർമാന്റെ നേരെ ഒരു ട്രാക്കിംഗ് മിസൈൽ അയക്കുമ്പോൾ അവളും നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഹൈ ലെവൽ പ്രൊട്ടക്ഷൻ ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ ഐലൻഡിലെ വുമൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സ്വാഡ് കറങ്ങി വന്ന് പ്രിൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. നോക്കുമ്പോൾ ഹീറോ ചെയർമാൻ ജാങ്ങിനെ രക്ഷിച്ചിട്ട് മുത്തശ്ശി കുറച്ചേരം റെസ്റ്റ് എടുക്ക്, ഇനി ഈ ഇഡിയറ്റിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇതിനു വേണ്ടി ഞാൻ ആകെ 88 ബക്സ് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കളത്തിലിറങ്ങുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.